എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആളുകളോട് സംസാരിക്കാനും ഇടപഴകാനും മടിയുള്ള ആളുകളെ നമ്മൾ ഇൻട്രോവേർട്ട് എന്നാണോ വിളിക്കാറ്, സോഷ്യൽ ആങ്സൈറ്റി ഉള്ളവരാണ് എന്നാണോ വിളിക്കാറ്? ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ കൈകാലുകൾ വിറയ്ക്കുന്ന, നെഞ്ചിടിപ്പ് കൂടുന്ന സാഹചര്യത്തെ ഇൻട്രോവേർഷൻ എന്നാണോ വിളിക്കേണ്ടത്, സോഷ്യൽ ആങ്സൈറ്റി എന്നാണോ വിളിക്കേണ്ടത്? നാലാൾ കൂടുന്ന ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ആളുകളെ നമുക്ക് ഇൻട്രോവേർഷൻ എന്നാണോ വിളിക്കേണ്ടത്, സോഷ്യൽ ആങ്സൈറ്റി എന്നാണോ വിളിക്കേണ്ടത്? ഒരുപാട് മിസ്കൺസെപ്ഷൻസ് ഉള്ള, ഒരുപാട് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ്. ഇത്തരം ബുദ്ധിമുട്ടുകൾ, ഇൻട്രോവേർഷൻ എന്താണ്, അതേപോലെ സോഷ്യൽ ആങ്സൈറ്റി എന്താണ് എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട വിഷയം. 5 ക്ലിനിക്കൽ വ്യത്യാസങ്ങളെക്കുറിച്ച്, സോഷ്യൽ ആങ്സൈറ്റിയും ഇൻട്രോവേർഷനും തമ്മിലുള്ള ക്ലിനിക്കലായിട്ടുള്ള 5 പ്രധാന വ്യത്യാസങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ മുഴുവനായും കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ എഴുതിയ കമൻറ്റുകൾ വായിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇൻട്രോവേർഷൻ എന്നുള്ളത് ഒരു പേഴ്സണാലിറ്റി ട്രൈറ്റാണ്, ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തിലെ സവിശേഷതയാണ് എന്നും സോഷ്യൽ ആങ്സൈറ്റി എന്നുള്ളത് ചികിത്സ ആവശ്യമായ ആ വ്യക്തിയുടെ ഭാവിയെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു പ്രശ്നമാണ് എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത്. ഇൻട്രോവേർഷന് ചികിത്സ ആവശ്യമില്ല. അവർ അത് ഇഷ്ടപ്പെടുന്നു, അങ്ങനെയായിരിക്കാൻ അവർ താല്പര്യപ്പെടുന്നു, അവർക്കതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ സോഷ്യൽ ആങ്സൈറ്റി ഉള്ളവർക്ക് അതൊരു പ്രശ്നമാണ്. മറ്റുള്ളവരുടെ ഇടയിൽ പോകാൻ അവർ താല്പര്യപ്പെടുന്നില്ല എന്നല്ല, അവർക്ക് താല്പര്യമുണ്ട്, പക്ഷേ അവർക്കത് കഴിയുന്നില്ല. പല സ്ഥലങ്ങളിലും പോകാനും മറ്റുള്ളവരുമായി ഇടപഴകാനും ഇൻ്റർവ്യൂ പോലെ സോഷ്യൽ ഫംഗ്ഷനിലൊക്കെ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന, പക്ഷേ അവർക്ക് മാനസിക സമ്മർദ്ദം മൂലം, പേടി മൂലം, ആങ്സൈറ്റി മൂലം കഴിയാതിരിക്കുന്ന അവസ്ഥയാണ്. അതിന് ചികിത്സ വേണ്ട ഒരവസ്ഥയാണ് സോഷ്യൽ ആങ്സൈറ്റി. അതുകൊണ്ട് ഈ ക്ലിനിക്കൽ വ്യത്യാസങ്ങളെ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ പ്രശ്നമുള്ളവർക്കെല്ലാം, അതേപോലെ ഈ പ്രശ്നമുള്ളവരുമായി ഇടപഴകുന്ന എല്ലാവർക്കും അത്യാവശ്യമായ ഒന്നാണ്. ഒന്നാമത്തെ വ്യത്യാസം ഈ ആഗ്രഹവും ഭയവും തമ്മിലുള്ള വ്യത്യാസമാണ്. ഈ ആഗ്രഹം, അതായത് ഇൻട്രോവേർഷൻ എന്ന് പറഞ്ഞ ഇൻട്രോവേർട്ടായിട്ടുള്ള ആളുകൾ തനിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അവർക്ക് തനിച്ചിരിക്കുന്നതിനോടാണ് താല്പര്യം. തനിച്ചിരിക്കുമ്പോൾ അവരിൽ ക്രിയേറ്റിവിറ്റി വളരുന്നു. ഇങ്ങനെയുള്ളവർക്ക് വലിയ കൂട്ടായ്മകളോ അതിലൊന്നും വലിയ താല്പര്യമില്ല. ഇവർക്ക് താല്പര്യമുള്ള 1, 2, 3 ആളുകളുമായി അടുത്തിടപഴകുവാനും അവരുമായി സൗഹൃദ ബന്ധം സ്ഥാപിക്കുവാനും ആഗ്രഹിക്കുന്നവരാണ് പൊതുവെ ഇൻട്രോവേർട്ടുകൾ. പക്ഷേ സോഷ്യൽ ആങ്സൈറ്റി ഉള്ളവർക്ക് മറ്റുള്ളവരുമായി ഇടപഴകാനും ധാരാളം ആളുകളുമായി ഇടപഴകുവാനും ധാരാളം ഫ്രണ്ട്ഷിപ്പ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യവും, അതേപോലെ തന്നെ പല സോഷ്യൽ ഫംഗ്ഷനിലേക്കും പോകണം എന്നും ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ അവർക്കത് സാധ്യമല്ല. അവർക്ക് ആ വിഷയത്തിൽ പേടിയുണ്ടാകുന്നു, ആങ്സൈറ്റി ഉണ്ടാകുന്നു. അതുകൊണ്ട് അവർക്കത് ചെയ്യുവാൻ കഴിയുന്നില്ല എന്നർത്ഥം. ഇതാണ് ആഗ്രഹവും ഭയവും തമ്മിലുള്ള വ്യത്യാസം. ഇൻട്രോവേർട്ട് ആയവർക്ക് സോഷ്യൽ സാഹചര്യങ്ങളിലേക്ക് പോകുവാൻ ആഗ്രഹമില്ല. സോഷ്യൽ ആങ്സൈറ്റി ഉള്ളവർക്ക് സോഷ്യൽ സാഹചര്യങ്ങളിലേക്ക് പോകുവാൻ ഭയമാണ്. രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട വ്യത്യാസം, മാനസികോർജം വീണ്ടെടുക്കലും അപമാനഭാരം ഒഴിവാക്കാനും ഉള്ള ഒരു പോയിന്റാണ്. ഇൻട്രോവേർഷൻ ഉള്ളവർ മാനസികോർജം വീണ്ടെടുക്കുവാൻ, അവർക്ക് സോഷ്യൽ സാഹചര്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവർ വളരെയധികം ഡെബിലിറ്റേറ്റഡ് ആവും, ക്ഷീണിതരാവും. അവരുടെ മാനസികാവസ്ഥ അങ്ങനെയാണ്. അവർ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവർക്ക് ഒരുപാട് ഊർജം തിരിച്ചു ലഭിക്കുന്ന അവസ്ഥ വരും. മറ്റുള്ളവരുമായി സംസാരിച്ച് സഹകരിച്ചിരിക്കുമ്പോൾ അവർക്ക് ഊർജ്ജനഷ്ടം ഉണ്ടാവുന്നു. അത് തിരിച്ചെടുക്കുവാൻ, ബാറ്ററി റീചാർജ് ചെയ്യുവാൻ അവർ ഒറ്റയ്ക്കിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതവരെ റീചാർജ് ചെയ്യിക്കുന്നു. എന്നാൽ സോഷ്യൽ ആങ്സൈറ്റി ഉള്ളവർ സോഷ്യൽ സാഹചര്യങ്ങളിലേക്ക് പോകാൻ താല്പര്യപ്പെടാത്ത അവസ്ഥ അവർക്ക് പേടിയുള്ളത് കൊണ്ടാണ്. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എൻ്റെ ചലനങ്ങളെ എങ്ങനെ കാണും, അവർ എന്നെ എങ്ങനെ വിലയിരുത്തും എന്നെല്ലാം ചിന്തിക്കും. അങ്ങനെ വിലയിരുത്തലും കാണലും എല്ലാം കാരണം എനിക്കുണ്ടാവുന്ന അപമാനം,
അത് ഒഴിവാക്കുവാനായി അവർ സോഷ്യൽ സാഹചര്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇൻട്രോവേർട്ട് സോഷ്യൽ സാഹചര്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കാത്തതിന് കാരണം ബാറ്ററി റീചാർജിങ് ആണ്. എന്നാൽ സോഷ്യൽ ആങ്സൈറ്റി ഉള്ളവർ ആ സോഷ്യൽ സാഹചര്യങ്ങളിലേക്ക് പോകാത്തതിന് കാരണം ഭയമാണ്, അപമാന ഭാരം കൊണ്ടാണ്. ഇനി ശാരീരിക ലക്ഷണങ്ങളെക്കുറിച്ച് പറയാം. സോഷ്യൽ സാഹചര്യത്തിലിരിക്കുമ്പോഴും തനിച്ചിരിക്കുമ്പോഴും ഇൻട്രോവർട്ടുകൾക്ക് ശാരീരികമായി യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ഒരു ലക്ഷണവും ഉണ്ടാവാറില്ല. അവർ എപ്പോഴും ശാന്തരായിരിക്കും. സോഷ്യൽ സാഹചര്യത്തിലാണെങ്കിലും ശാന്തരായിരിക്കും, തനിച്ചിരിക്കുമ്പോഴും അവർ ശാന്തരായിരിക്കും. എന്നാൽ സോഷ്യൽ ആങ്സൈറ്റി ഉള്ളവർ അങ്ങനെയല്ല. സോഷ്യൽ ആങ്സൈറ്റി ഉള്ളവർ തനിച്ചിരിക്കുമ്പോൾ അടുത്ത തവണ അല്ലെങ്കിൽ കഴിഞ്ഞ തവണ സോഷ്യൽ സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പെരുമാറി, ഞാനത് എന്തുകൊണ്ട് ഒഴിവാക്കി എന്നുള്ള രീതിയിൽ ചിന്തിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കും. നാളെ വരാൻ പോകുന്ന സോഷ്യൽ സാഹചര്യത്തെക്കുറിച്ച് ഓർത്ത് എന്ന് തന്നെ പേടിച്ചിരിക്കും, വിഷമിച്ചിരിക്കും, ആങ്ഷ്യസ് ആയിരിക്കും. സോഷ്യൽ സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് അങ്ങേയറ്റം ആങ്സൈറ്റി, ശാരീരിക ലക്ഷണങ്ങൾ, ഹൃദയപ്പിടിപ്പ് കൂടൽ പോലെയുള്ള ശാരീരിക ലക്ഷണങ്ങൾ വരികയും ചെയ്യും. അതായത് ഇൻട്രോവർട്ടായിട്ടുള്ള ആളുകൾക്ക് സോഷ്യൽ സാഹചര്യത്തിലാണെങ്കിലും തനിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണെങ്കിലും ശാരീരിക ലക്ഷണങ്ങൾ ഒന്നും ഉണ്ടാവാറില്ല. എന്നാൽ സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ആളുകൾക്ക് തനിച്ചിരിക്കുമ്പോഴും സോഷ്യൽ സാഹചര്യത്തിലേക്ക് പോകുമ്പോഴും ആങ്സൈറ്റിയുടെ ശാരീരിക ലക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നാലാമത്തെ പ്രധാന വ്യത്യാസം മുൻകൂട്ടിയുള്ള ആങ്സൈറ്റി, അതായത് ആൻറ്റിസിപ്പേറ്ററി ആങ്സൈറ്റി, മുൻകൂട്ടിയുള്ള ചിന്തയും അതുമായി ബന്ധപ്പെട്ട ആങ്സൈറ്റിയും. ഇൻട്രോവേർട്ടുകൾക്ക് അടുത്ത ആഴ്ച പാർട്ടി ഉണ്ടെങ്കിലും, കല്യാണം ഉണ്ടെങ്കിലും, ഗെറ്റ് ടുഗദർ ഉണ്ടെങ്കിലും, ഒരു കോമൺ ക്ലാസ് ഉണ്ടെങ്കിലും, അതേപോലെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടെങ്കിലും ഇതൊന്നും അവർക്കൊരു ആങ്സൈറ്റി പ്രദാനം ചെയ്യുന്നില്ല. അവരിതെല്ലാം സാധാരണഗതിയിൽ കാണുന്നു, ഇവർക്കിതെല്ലാം ചെയ്യാൻ കഴിയും, അവർക്കതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ മെയിൻ പ്രോബ്ലം എന്താ, ഇവർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സോഷ്യൽ സാഹചര്യം ഇവരുടെ ബാറ്ററി ചാർജ് ഡൗൺ ചെയ്യുന്നു. അത് തിരിച്ചെടുക്കാൻ വേണ്ടി ഇവർ സ്വാഭാവികമായും ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു, അത്രയേ ഉള്ളൂ. അവിടേക്ക് പോകാൻ അവർക്ക് യാതൊരു താല്പര്യക്കുറവുമില്ല, പേടിയുമില്ല. എന്നാൽ സോഷ്യൽ ആങ്സൈറ്റി ഉള്ളവർക്ക് അങ്ങനെയല്ല. അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന, എന്തായാലും നാളെയോ മറ്റന്നാളോ അടുത്ത ആഴ്ചയോ നടക്കാൻ പോകുന്ന ഏത് സോഷ്യൽ സാഹചര്യത്തെക്കുറിച്ചും അവർ വളരെയധികം ഉത്കണ്ഠാകുലരായി ചിന്തിച്ച്, മുൻകൂട്ടിയുള്ള ചിന്ത, ആൻറ്റിസിപ്പേറ്ററി ആങ്സൈറ്റി, വളരെയധികം ഗഹനമായി അതിനെ ചിന്തിച്ച് അതിലെങ്ങനെ പോകണം, എങ്ങനെ പോകാതിരിക്കാം, ഏത് രീതിയിൽ പെരുമാറണം, ഏത് രീതിയിൽ പെരുമാറാൻ പാടില്ല എന്നുള്ളതെല്ലാം ചിന്തിച്ച് ഇന്നു മുതൽ തന്നെ, എന്നറിഞ്ഞുവോ അന്നു മുതൽ തന്നെ അവർ ആൻഷ്യസ് ആയിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ ശാരീരിക ലക്ഷണങ്ങൾ അവർക്ക് വന്നുകൊണ്ടേയിരിക്കും. അതായത് ഇൻട്രോവേർട്ടായവർക്ക് ആൻറ്റിസിപ്പേറ്ററി ആങ്സൈറ്റി ഉണ്ടാവാറില്ല. സോഷ്യൽ ആങ്സൈറ്റി ഉള്ളവർക്ക് ആൻറ്റിസിപ്പേറ്ററി ആങ്സൈറ്റി ധാരാളമായി ഉണ്ടാവും. അഞ്ചാമത്തെ പ്രധാന വ്യത്യാസം ദൈനംദിന കാര്യങ്ങൾ, അതിലുള്ള തടസ്സം, ഇംപെയർഡ് ഡെയിലി റൂട്ടീൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഫങ്ഷണൽ ഇമ്പയർമെൻറ്റ് എന്ന് പറയാം. ഇൻട്രോവേർഷൻ ഉള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് അവരുടെ ശാരീരികമായ ട്രൈറ്റാണ്. അതുകൊണ്ട് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാറില്ല. ജീവിതത്തെക്കുറിച്ചോ പരീക്ഷകൾക്കായോ ഇൻ്റർവ്യൂസിനായോ അതേപോലെ പ്രസൻറ്റേഷൻസിലോ ഒന്നും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാറില്ല. മറ്റുള്ളവരുമായി ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള രീതിയിൽ ഇൻട്രാക്ട് ചെയ്ത് അതിനനുസരിച്ച് ഇവരെല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് പതിവ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ദൈനംദിന ജീവിതത്തിൽ ഇൻട്രോവേർഷൻ ഉള്ളവരുടെ ദൈനംദിന ജീവിതത്തെ ഇതൊരു കാരണവശാലും ബാധിക്കാറില്ല. എന്നാൽ സോഷ്യൽ ആങ്സൈറ്റി ഉള്ളവർക്ക് അങ്ങനെയല്ല. എല്ലാ ദിവസവും ആൻറ്റിസിപ്പേറ്ററി ആങ്സൈറ്റി ഉണ്ടാവും. അതായത് ഇന്നലെ സോഷ്യൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ മിനിഞ്ഞാന്നത്തെ സോഷ്യൽ ഫംഗ്ഷന് പോയി വന്ന് അതിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച ആളുകൾ, സോഷ്യൽ ആങ്സൈറ്റി ഉള്ളവർ ഇന്ന് അതിനെക്കുറിച്ച് വിഷമിക്കുന്നു. ഇനി എങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യുമെന്ന് വിഷമിക്കുന്നു. ഇനി അത്തരം സാഹചര്യങ്ങൾ വന്നാൽ ഞാൻ ഇതെങ്ങനെ ഫേസ് ചെയ്യുമെന്ന് ആഗ്രഹിക്കുന്നു, ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാ കാര്യത്തിലും ഇന്നലെ നടന്നതാണെങ്കിലും, ഒരാഴ്ച മുമ്പ് നടന്നതാണെങ്കിലും, ഒരു മാസം മുമ്പ് നടന്നതാണെങ്കിലും, അടുത്ത ആഴ്ച നടക്കാൻ പോകുന്നതാണെങ്കിലും, അടുത്ത മാസം നടക്കാൻ പോകുന്നതാണെങ്കിലും, എല്ലാ വിഷയത്തെക്കുറിച്ചും ഇവരുടെ മനസ്സിൽ ആങ്സൈറ്റി, പാസ്റ്റിനെ കുറിച്ചിട്ടുള്ള ആങ്സൈറ്റി, പേടി, ആൻറ്റിസിപ്പേറ്ററി ആങ്സൈറ്റി, പേടി ഇവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അതായത് ഇൻട്രോവേർഷൻ ഉള്ളവർക്ക് ആൻറ്റിസിപ്പേറ്ററി ആങ്സൈറ്റി ഉണ്ടാവില്ല, അവരുടെ ശാരീരിക ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നുമില്ല. അതേസമയം സോഷ്യൽ ആങ്സൈറ്റി ഉള്ളവരുടെ സോഷ്യൽ ആങ്സൈറ്റി അവരുടെ ദൈനംദിന ജീവിതത്തെ വളരെയധികം പ്രതികൂലമായി നിരന്തരമായി ബാധിക്കുന്നു എന്നർത്ഥം.
ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇൻട്രോവേർഷൻ എന്ന് പറയുന്നത് മാറ്റിയെടുക്കേണ്ട ഒരു ശാപമല്ല, അത് ഒരു വ്യക്തിയുടെ പെരുമാറ്റ രീതിയാണ്, ചിന്താരീതിയാണ്. അതിൽ അദ്ദേഹത്തിനും ബുദ്ധിമുട്ടുണ്ടാവാറില്ല, മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാവാറില്ല. എന്നാൽ സോഷ്യൽ ആങ്സൈറ്റി എന്നുള്ളത് അങ്ങനെയല്ല, അത് മാറ്റിയെടുക്കേണ്ട, ചികിത്സിച്ച് മാറ്റിയെടുക്കേണ്ട ഒരു സാഹചര്യമാണ്. കാരണം ഇവർക്കുണ്ടാവുന്ന ആങ്സൈറ്റി തുടർച്ചയായി ഉണ്ടാവുന്നത് കൊണ്ട് പിന്നീട് അത് ശാരീരിക പ്രശ്നങ്ങൾക്ക് വഴിവെക്കാം. മാനസിക സമ്മർദ്ദം, ആങ്സൈറ്റി, പാനിക് അറ്റാക്ക്, OCD, ഡിപ്രഷൻ എന്നിവയെ CBT ടൂൾസുകൾ ഉപയോഗിച്ച് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം മലയാളത്തിലും ഇംഗ്ലീഷിലും ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ മുഴുവനായി കണ്ടതിൽ നിങ്ങളേവർക്കും നന്ദി.